മഹാനായ ബൂസൈരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് വാദരോഗം പിടിപെട്ട പശ്ചാത്തലത്തിൽ മഹാനവറുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഒരു ഖസീദ എഴുതാൻ നേർച്ചയാക്കുകയാണ്. ആ നേർച്ചയാക്കിയ പശ്ചാത്തലത്തിൽ ആ ദിവസം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്വപ്നത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നു. വാദരോഗം പിടിപെട്ട ഇമാമുന ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് അവിടുത്തെ കരം കൊണ്ടങ്ങ് തടവി കൊടുത്തപ്പോൾ ബൂസൈരി ഇമാമിന്റെ വാദരോഗമങ്ങ് മാറിപ്പോയി. ബുറുദയുടെ എല്ലാ വ്യാഖ്യാനങ്ങളിലും അടയാളപ്പെടുത്തുന്നത് കാണാം. ബൂസൈരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് രോഗം പിടിപെട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് വന്ന് തടവി കൊടുത്ത സംഭവം ഖസീദത്തുൽ ബുറുദയുടെ പവറാണ്. ഖസീദത്തുൽ ബുറുദയുടെ മഹത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ അങ്ങ് വന്നുകൊണ്ട് ബൂസൈരി ഇമാമിന് പുതപ്പിട്ട് ആദരിക്കുന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പാടിയപ്പോൾ ആ മദ്ഹിന്റെ കാരണമായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് ആദരിച്ചതുപോലെ അല്ലാഹുവിന്റെ ഹബീബദാ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബൂസൈരി ഇമാമിനെ പുതപ്പിട്ടുകൊണ്ട് ആദരിക്കുന്നു. ബുറുദ എന്നാൽ അറബിയിലുള്ള പദത്തിന്റെ അർത്ഥം പുതപ്പ് എന്നാണ്. ബുറുദയുടെ അർത്ഥം പുതപ്പ്. ഈ പുതപ്പ് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൂസൈരി ഇമാമിനിട്ട് ആനയിക്കുകയാണ്, തട്ടമിട്ട് ആദരിക്കുന്നു. കാരണം ഖസീദത്തുൽ ബുറുദയുടെ പവർ, അല്ലാഹു ആ പവറുകളും ഫദ്ലുകളും എല്ലാം നമ്മുടെ മജ്ലിസിൽ അല്ലാഹു വർദ്ധിപ്പിച്ചു വർഷിപ്പിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖസീദത്തുൽ ബുറുദ വലിയ പവറുള്ള മഹത്വമുള്ള സാധനമാണ്. രോഗങ്ങളുണ്ടോ? ഖസീദത്തുൽ ബുറുദയുടെ മജ്ലിസ് ശിഫയാണ്. വേദനകളുണ്ടോ? കടങ്ങളുണ്ടോ? ഖസീദത്തുൽ ബുറുദയുടെ മജ്ലിസ് പരിഹാരമാണ്. ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടോ? ഖസീദത്തുൽ ബുറുദയുടെ വരികളിലും മഹത്തായ ഫലം മഹാന്മാരായ അഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മഹത്തായ ഖസീദത്തുൽ ബുറുദ അറിയില്ലേ? മഹാനായ സഅദുദ്ദീനുൽ ഫാറഖി തങ്ങൾ ആരാണ്? വലിയ മഹാനാണ്. അവിടുന്നതാ കണ്ണിന് അന്ധത പിടിപെട്ടപ്പോൾ മഹാനായ സഅദുദ്ദീനുൽ ഫാറഖി തങ്ങൾ അവിടത്തേക്ക് അന്ധത പിടിപെട്ടപ്പോൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെയുള്ള മുഴുവൻ ഡോക്ടർമാരെയും മഹാനായ സഅദുദ്ദീനുൽ ഫാറഖി തങ്ങൾ ചെന്നു കണ്ടു. പരിഹാരമില്ല. ഓരോ ദിവസം കഴിയുന്തോറും കണ്ണിന്റെ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലാതെ അതിന് യാതൊരു കുറച്ചിലും കാണുന്നില്ല. പണ്ഡിതൻ അവിടുന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു, ഇന്നാലിന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു രാജാവുണ്ട്, ബഹാഉദ്ദീൻ എന്നാണ് ആ രാജാവിന്റെ പേര്. ആ രാജാവിന്റെ കയ്യിൽ ഒരു ഖസീദത്തുൽ ബുറുദ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം വാങ്ങിയിട്ട് നീ ഒന്ന് പാരായണം ചെയ്താൽ നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന ആലിമങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ സഅദുദ്ദീനുൽ ഫാറഖി
തങ്ങൾ ആ രാജാവിനെ അന്വേഷിച്ചുള്ള നടത്തത്തിലാണ്. ഒടുവിൽ ആ ഖസീദത്തുൽ ബുറുദയുള്ള രാജാവിനെ അങ്ങ് കണ്ടിട്ട് ഖസീദത്തുൽ ബുറുദയുടെ ഗ്രന്ഥം അങ്ങ് ആവശ്യപ്പെടുന്നു. രാജാവേ, നിങ്ങളുടെ കയ്യിൽ ഖസീദത്തുൽ ബുറുദയുടെ ഗ്രന്ഥമുണ്ടെന്ന് കേട്ടു. എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അതൊന്ന് എന്റെ കയ്യിലേക്ക് തരണം രാജാവേ എന്ന് രാജാവിനോട് പറയുമ്പോൾ രാജാവ് പറയുന്നു, സുഹൃത്തെ, എന്റെ കയ്യിൽ ഖസീദത്തുൽ ബുറുദ എന്ന ഗ്രന്ഥമില്ല. പക്ഷേ എന്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്. അത് ആമിൻ തദകുരിജി റനിബിദി സലമി മസജ്താദം അൻജറാ മിൻ മുഖ്ലതിൻ ബിദമി എന്ന് തുടങ്ങുന്ന വരികളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വേണമെങ്കിൽ ഞാൻ തരാം സഅദേ എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥം അങ്ങെടുത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഗ്രന്ഥം കയ്യിൽ കിട്ടേണ്ട താമസമതാ സഅദുദ്ദീനുൽ ഫാറഖി തങ്ങൾ ആ കിതാബ് വാങ്ങിയിട്ട് കണ്ണിനോട് ചേർത്ത് വെച്ച് ഒരുപാട് ചുംബനങ്ങൾ അങ്ങ് അർപ്പിക്കുകയാണ്. ആ ചുംബനങ്ങൾ കണ്ണിനോട് ഖസീദത്തുൽ ബുറുദ എന്ന ഗ്രന്ഥത്തെ ചേർത്ത് വെച്ചതിന്റെ കാരണമായി സഅദുദ്ദീനുൽ ഫാറഖി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച സുബ്ഹാനല്ലാഹ് തിരിച്ചു കിട്ടുകയാണ്. അതാണ് ഖസീദത്തുൽ ബുറുദയുടെ പവർ. ഖസീദത്തുൽ ബുറുദ എന്ന ഗ്രന്ഥത്തിന്റെ മഹത്വം അതാണ്.